ഹലോ, ഇസ്മി പാറു. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് എൻ്റെ ചെറിയൊരു ഡേ മൈ ലൈഫ് ആട്ടോ. ഒരു ചെറുതെന്ന് വെച്ചാൽ തീരെ ചെറുതാട്ടോ, വലിയ കാര്യമായിട്ടൊന്നും ഈ വീഡിയോയിലില്ല കേട്ടോ. ഞാൻ ഫസ്റ്റിലേ പറയാമല്ലോ. രാവിലെ ഇന്ന് എണീറ്റപ്പോൾ തന്നെ നല്ല ലേറ്റായിട്ടുണ്ടായിരുന്നു. എണീറ്റ് വന്ന് ഒരു 11 മണി ആയിരുന്നു കേട്ടോ. വന്ന് കഴിഞ്ഞ് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യും കേട്ടോ. ഇത് ഞാൻ ഈ ഫേസ് വാഷാണ് യൂസ് ചെയ്യുന്നത്, മെമ്മത്തിൻ്റെ. ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. നമ്മുടെ ഫേസിൽ ഓയിലി സ്കിൻ ഉള്ളവരാണെങ്കിൽ ഈ ഫേസ് വാഷ് അടിപൊളിയാട്ടോ. കാരണം നമ്മുടെ ഫേസിലെ പിമ്പിൾസ്, ആക്നെയൊക്കെ കുറയ്ക്കാൻ അടിപൊളിയായിട്ടുള്ള ഫേസ് വാഷാട്ടോ. ഇത് ഞാൻ എൻ്റെ എത്തി ഗ്ലോ ഫേസ് വാഷിൻ്റെ കൂടെ തന്നെ ഈ ഫേസ് വാഷ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് എനിക്ക് ബെറ്ററായിട്ട് തോന്നി, അതുകൊണ്ടാട്ടോ ഞാൻ പറഞ്ഞത്. പിന്നെ ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലായിരുന്നു എൻ്റെ ഫേസിലൊരു ചെറിയ മാർക്കുണ്ടെന്ന്. അത് ഇതിനകത്ത് തെളിഞ്ഞ് കാണാം കേട്ടോ. കണ്ടോ നിങ്ങൾ? അത് തീരെ പോകുന്നില്ല കേട്ടോ. എന്താണെന്ന് ഒരു പിടിയില്ല. പിന്നെ ഞാൻ രാവിലെ എണീറ്റത് ലേറ്റായിട്ടായാലും സ്കിൻ കെയർ എന്തായാലും ചെയ്യണമല്ലോ. ഞാൻ രാവിലെ എന്തായാലും ജസ്റ്റ് ഒരു മോയ്സ്ചറൈസർ മാത്രമായിട്ട് അപ്ലൈ ചെയ്തിട്ടുള്ളൂ. ഇത് പ്ലമ്മിൻ്റെ മോയ്സ്ചറൈസർ കേട്ടോ. ഇത് മാത്രമേ ഉള്ളൂ, കാരണം പുറത്തിറങ്ങുന്ന കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഓർത്തു ഇത് മാത്രം മതിയെന്ന്. പിന്നെ എന്നാന്ന് വെച്ചാൽ ലിപ് ബാം യൂസ് ചെയ്തു കേട്ടോ. ലിപ് ബാം കുറച്ച് ലിപ്പൊന്ന് ഹൈഡ്രേറ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടി ലിപ് ബാം നല്ലതാട്ടോ. അപ്പം ഞാനിത് ആയുർവേദിക്കിൻ്റെ ഒരു ലിപ് ബാം ആട്ടോ. ഈ ലിപ് ബാമും വിഷ് കെയറിൻ്റെ ലിപ് ബാമും ആട്ടോ ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതെൻ്റെ ഹസ്ബൻഡിൻ്റെ കളക്ഷൻ ആട്ടോ. ഒത്തിരി കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഇത് മാത്രമല്ല, ഒരുപാടുണ്ട്. പിന്നെ പുറത്തേക്കൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോൾ നല്ല വെയിലുള്ള ഉണ്ട് കേട്ടോ. ഇന്ന് നല്ല വെയിലുള്ള ദിവസം തോന്നുന്നു, ഇല്ലെങ്കിൽ മഴയും കാര്യങ്ങളൊക്കെ ആണല്ലോ. പിന്നെ എനിക്ക് കുറച്ച് തുണിയൊക്കെ മടക്കി വെക്കാനുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് ഈ ചാർക്കോളിൻ്റെ ഫേസ് മാസ്കൊക്കെ ഇട്ട് കുറച്ച് നേരം ഇരുന്നു. അത് കഴിഞ്ഞ് കുളി കഴിഞ്ഞിട്ട് വന്നിട്ടുള്ള കാര്യങ്ങളാട്ടാ ഇനി കാണാൻ പോകുന്നത്. ആദ്യം തന്നെ മടക്കി വെച്ച തുണിയെല്ലാം ഓരോന്നായിട്ട് അലമാരിയിലേക്ക് വെക്കും കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ ഏകദേശം 4 മണി ആയിട്ടോ. പിന്നെ ഞാൻ ഓർത്തു ചായ ഇടാലോ എന്ന് ഓർത്തു. നമ്മൾ 2 പേരെ വീട്ടിലുള്ളൂ, വേറെ ആരുമില്ല. അപ്പോൾ ചായ ഉണ്ടാക്കി. പിന്നെ അവന് പപ്സ് മേടിച്ചുകൊണ്ട് വന്നായിരുന്നു. അപ്പോൾ പപ്സ് കഴിച്ചു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ.